ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫുഡിൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഇന്ന് എൻ്റെ മമ്മി എനിക്ക് ഉണ്ടാക്കി തരാറുള്ള കാച്ചിയ എണ്ണയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഒരു മാജിക്കൽ ഓയിൽ എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ വീട്ടിലുള്ള ഈ ഒരൊറ്റ സംഭവം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതും അതുപോലെ നല്ല യൂസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഹെയറിനും അതുപോലെ മുടി കൊഴിച്ചിലിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില വെച്ചിട്ട് കാച്ചിയെടുക്കുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, കേടായതൊന്നും എടുക്കാതെ നല്ല കറിവേപ്പില തന്നെ എടുക്കുക. എന്നിട്ട് അതിന് നന്നായി കഴുകിയിട്ട് വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം വെയിലത്തിട്ടിട്ട് നമുക്കൊരു ദിവസം അത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഉണക്കിയെടുക്കാതെ നമുക്കത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഉണക്കിയതിന് ശേഷമാണ്, ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ ഉണക്കി അതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ പച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ഇല പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് കുറച്ച് കൂടുതൽ നേരം ചൂടാക്കി എടുക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്ന കറിവേപ്പില ആകുമ്പോൾ പെട്ടെന്ന് തന്നെ 1 മിനിറ്റോ 1.5 മിനിറ്റൊക്കെ നമ്മൾ എണ്ണയിലിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ എണ്ണ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിൽ ഉണക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്കായാലും നമുക്ക് വേപ്പില പൊടിച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണക്കി പൊടിച്ചിട്ടുള്ള കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ നമ്മളത് ചൂടാക്കി എടുക്കേണ്ടതുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ബബിൾസൊക്കെ പോയി ആ കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിവേപ്പില കാച്ചിയിട്ടുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അത് നമുക്ക് ചൂടോട് കൂടി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട്, വെള്ളം നനവൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ എണ്ണ കാച്ചിയിട്ടുള്ള പാത്രത്തിൽ തന്നെ ഈ എണ്ണ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെയൊക്കെ മൊരിച്ചിൽ ഒത്തിരി കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പാത്രം ഒട്ടും വെള്ളനനവില്ലാത്തതായിരിക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പയും അതുപോലെ പാത്രമൊക്കെ നമ്മൾ വെള്ളം ഒട്ടുമില്ലാത്ത സംഭവങ്ങൾ വേണം എടുക്കാനായിട്ട്. ഒട്ടും വെള്ളനനവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ എണ്ണ നാശമായി പോകും കേട്ടോ. വെള്ളനനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ നാശമായി പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വെള്ളമില്ലാത്ത അരിപ്പയൊക്കെ എടുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കുക. പിന്നെ ഒരു ദിവസം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെ ആ ഗുണങ്ങളെല്ലാം നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിറ്റേ ദിവസം നന്നായിട്ടത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല കരിമ്പച്ച കളറിൽ നമുക്ക് ഈ ഒരു എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളം നനവൊന്നും ഇല്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ്. നല്ല ആരോഗ്യമുള്ള മുടിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ ഒരു എണ്ണ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.